ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സദാപത്തെ വീഡിയോ അത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിങ്കളാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച 3 ചിത്രങ്ങളായിരുന്നു തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായത്. എല്ലാം ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങൾ എന്ന അഭിപ്രായം നേടിയെടുത്തെങ്കിൽ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ഈ 3 ചിത്രങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ പൈങ്കിളി എന്ന് പറയുന്നത് സച്ചിൻ ഗോപു, അനശ്വര രാജൻ കൂട്ടുകെട്ടിരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. ചിത്രത്തിന് ആദ്യം തന്നെ നല്ലൊരു റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന് വലിയൊരു ചലനം, അതായത് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ അത്ര ഒരു ചലനം തിയേറ്ററിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ശ്രീജിത്ത് ബാബു ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 28 ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷനായിട്ട് ഏകദേശം 2,13 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 2,14 ലക്ഷം രൂപയും സ്വന്തമാക്കിയതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം എന്നൊക്കെയാണ് ബ്രൊമാൻസ് എന്ന് പറയുന്ന യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രമായിരുന്നു. ചിത്രത്തിൽ മാത്യു തോമസ്, അതോടൊപ്പം തന്നെ നമ്മുടെ മഹിമ നമ്പ്യാർ, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം അരുൺ ഡി ജോസ് ആയിരുന്നു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായവും മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രമായിട്ട് മാറിയിരിക്കുന്ന ബ്രൊമാൻസ് തന്നെയാണ്. 4ാം ദിവസമായ ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 43 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ ഇന്ത്യൻ കളക്ഷനായിട്ട് ഏകദേശം 4,28 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 4,85 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ദാവീദ് എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനും തന്നെയാണ് ദാവീദ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഫാമിലി ഇമോഷണൽ രീതി കഥ പറഞ്ഞു പോകുന്നൊരു ബോക്സിംഗ് ചിത്രം കൂടിയാണ് ദാവീദ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ആന്റണിക്കൊപ്പം തന്നെ വിജയരാഘവൻ, ലിജോമോൾ ജോസഫ്, സൈജു കുറുപ്പ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ്. ചിത്രം തിങ്കളാഴ്ച ദിവസം ഇന്നലെ നല്ലൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ഏകദേശം 53 ലക്ഷം രൂപയോളം ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 4 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഏകദേശം 3,24 ലക്ഷം രൂപയെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 3,69 ലക്ഷം രൂപയെ സ്വന്തമാക്കിയതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ഈ ആഴ്ച തിയേറ്ററിലെ 3 ചിത്രങ്ങൾക്ക് നല്ലൊരു ചലനം, നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ എത്രത്തോളം വിജയിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഹിന്ദിയിൽ നിന്ന് ഒരു വമ്പൻ ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ചാവ എന്നായിരുന്നു സിനിമയുടെ പേര്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ കണ്ട് ഇന്ത്യൻ സിനിമ ലോകം തന്നെ കണ്ടു തള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിക്കി കൗശൽ, രശ്മിക മന്ദന, അക്ഷയ് ഖന്ന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കാൻ ലക്ഷ്മൺ ഉത്തേക്കറാണ്. 4ാം ദിനമായി ഇന്നലെ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകദേശം 24 കോടി രൂപയോളം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ 4 ദിവസം ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 140 കോടി 50 ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 164 കോടി 75 ലക്ഷം രൂപയെ സ്വന്തമാക്കി വലിയൊരു മുന്നേറ്റം നടത്തി ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു തല അജിത്ത് കേന്ദ്ര കഥാപാത്രത്തെത്തിയ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമ. ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മകിഴ് തിരുമേനിയായിരുന്നു. ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന തൃശ്ശയായിരുന്നു. ഇപ്പോൾ ചിത്രം 12ാം ദിനമായി ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 36 ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെ ഉള്ള 12 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം 77 കോടി 76 ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 132 കോടി 12 ലക്ഷം രൂപ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ, ഈ 2 ചിത്രങ്ങളും മുന്നേറ്റം നടത്തുമ്പോൾ മറ്റൊരു തെലുങ്ക് ചിത്രം വലിയൊരു ചലനം സൃഷ്ടിക്കുന്നുണ്ട്. തണ്ടൻ എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് നാഗചൈതന്യ, സായി പല്ലവി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തിരിക്കുന്നത്. എനിക്ക് നല്ലൊരു അഭിപ്രായം, നല്ലൊരു കളക്ഷനുമാണ് ചിത്രം ഈ ആഴ്ച 2ാം ആഴ്ചയിലും സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെയുള്ള 14ാം ദിവസം ഇന്നലെ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 88 ലക്ഷം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 77 കോടി 85 ലക്ഷം രൂപയെ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളിലോട്ട് ഭാഗമാകാനുള്ള കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക. ഈ ചിത്രങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങൾ ഇതേ വിജയം ആവർത്തിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.